എൻ്റെ കർത്താവും എൻ്റെ ഭാര്യയുമായുള്ളവേ, എൻ്റെ വായിലെ വചനങ്ങൾ അങ്ങയുടെ ഇഷ്ടപ്രകാരവും എൻ്റെ ഹൃദയത്തിലെ ധ്യാനം അങ്ങയുടെ മുമ്പാകെയും ഇരിക്കണമേ. ആമീൻ. Christ is in our midst. He is and he shall be forever. ഇന്ന് മാൽത്തോ പെരുന്നാളാണ്. നമ്മുടെ കർത്താവിൻ്റെ ജനന പെരുന്നാളിന് ശേഷം 40 ദിവസം കഴിഞ്ഞു വരുന്ന ദിനം. ദിവസങ്ങളിൽ ഇത് മിക്കവാറും വരുന്നതായതുകൊണ്ട് ഈ മഹത്തായ മോറോനായ പെരുന്നാൾ നമുക്ക് വേണ്ട മഹത്വത്തോടെ ആഘോഷിക്കുവാൻ സാധ്യമാകുന്നില്ല. ഈ മാൽത്തോ പെരുന്നാളിൻ്റെ എല്ലാവിധ ആശംസകളും ആദ്യം തന്നെ ഏവർക്കും ആശംസിച്ചു കൊള്ളട്ടെ. പരിശുദ്ധനായ ലൂക്കോസ് എവങ്കേലിസ്ത എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 40 വരെയുള്ള വാക്യങ്ങളാണ്. മോശയുടെ ന്യായപ്രമാണമനുസരിച്ച് ശുദ്ധിമതിയായിരുന്നിട്ടും കന്യകയായിരുന്നിട്ടും ദൈവത്തെ പ്രസവിച്ചവളായിരുന്നിട്ടും കന്യക മറിയാമും യോസെഫും കർത്താവിനെ ആചാര അനുഷ്ഠാനമനുസരിച്ച് ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നതായി നാം കാണുന്നു. പ്രിയമുള്ളവരെ, ഇത് വെറും ഒരു ആചാര അനുഷ്ഠാനം മാത്രമല്ല, പിന്നെയോ ജീവനുള്ള ദൈവത്തെ ഇവിടെ എല്ലാവർക്കും വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. യെരുശലേം ദേവാലയത്തിൽ നിറഞ്ഞു നിന്നത് സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം തന്നെയാണ്. ആയതുകൊണ്ടാണ് പരിശുദ്ധനായ മോർ അപ്രേം തൻ്റെ മനോഹര ഗീതത്തിൽ ഇപ്രകാരം പറയുന്നു: ആ ദിവസം യെരുശലേം ദേവാലയം നിറഞ്ഞു നിന്നവൻ, സ്വർഗവും ഭൂമിയും ഉണ്ടാക്കിയവൻ, ശീമോന്റെ കരങ്ങൾ ഇതാ അത്യുന്നതൻ്റെ സിംഹാസനമായി തീർന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, യെരുശലേം ദേവാലയം അനുസരണത്തിൻ്റെ ദേവാലയമായി കന്യക മറിയാമിനും യോസഫിനും തീരുന്നു. കാരണം അവർ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി അവിടെ ദേവാലയത്തിൽ വരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം സമർപ്പണത്തിൻ്റെ ദേവാലയമാണ് യെരുശലേം ദേവാലയം. കാരണം അവർ യാഗമായി 40 ദിവസത്തെ പ്രസവ സ്തോത്ര കാഴ്ചകൾ അവിടെ അർപ്പിച്ചു. ശീമോനെ സംബന്ധിച്ചിടത്തോളം, അന്നയെ സംബന്ധിച്ചിടത്തോളം ദേവാലയം കാത്തിരിപ്പിൻ്റെ ദേവാലയമാണ്. The temple of expectation and the temple of waiting. ഞാൻ വെള്ളിയാഴ്ച ഇവിടെ ഓർമ്മിപ്പിക്കുകയുണ്ടായി, ദൈവം താമസിക്കുന്നത് നമ്മൾക്ക് നീരസമുണ്ടാകുവാൻ വേണ്ടിയല്ല, പിന്നെയോ നമ്മെ ഒരുക്കുവാൻ വേണ്ടിയാണ്. അവിടെ ശീമോനെ സംബന്ധിച്ചിടത്തോളം ദേവാലയം അംഗീകാരത്തിൻ്റെ ദേവാലയമായി തീർന്നു. അവിടെ ആത്മീയ ദർശനം ആ നീതിമാന് ലഭ്യമാകുകയാണ്. അതോടൊപ്പം യെരുശലേം ദേവാലയം പൂർത്തീകരണത്തിൻ്റെ ദേവാലയമാകുകയാണ് ശീമോൻ. കാരണം തൻ്റെ നയനങ്ങൾ രക്ഷകനെ കാണുകയും സമാധാനത്തോടെ അദ്ദേഹം മടങ്ങിപ്പോകുകയും ചെയ്യുന്നതായി നാം വായിക്കുന്നു. പ്രിയമുള്ളവരെ, ദേവാലയം യഥാർത്ഥത്തിൽ എന്താണ്? നമ്മളെല്ലാവരും ഇവിടെ ദേവാലയത്തിലായിരിക്കുകയാണ്. ഈ ദേവാലയം എന്താണ്? ദൈവവും മനുഷ്യനും സംഗമിക്കുന്നതാണ് ദേവാലയം. Where God and man meets, അവിടെയൊക്കെ ദേവാലയമാണ്. ഇവിടെ വൃദ്ധനായോ നീതിമാനുമായ ശീമോൻ ദൈവത്തെ കാണുന്നു. പ്രവാചകയായ അന്നയും ദൈവത്തെ കാണുന്നു. അവിടെ ദൈവത്തെ അഭിമുഖീകരിക്കുകയാണ്. ദൈവവും മനുഷ്യനും സംഗമിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ പെരുന്നാളിൽ നാം ഓരോരുത്തരും ദൈവവും മനുഷ്യനും സംഗമിക്കുന്ന ആലയങ്ങളായി തീരണം. നാം ദേവാലയത്തിൽ വന്നാൽ മാത്രം പോരാ, ദേവാലയത്തിലായിരുന്ന് ഇവിടെ കൃപാനുഗ്രഹങ്ങൾ സ്വീകരിച്ച് നാം മടങ്ങിപ്പോകുമ്പോൾ നാം ഓരോരുത്തരും ദേവാലയങ്ങളായി തീരണം. ദൈവത്തെ നമ്മളിൽ ലോകം കാണണം. അങ്ങനെ മാത്രമേ നമ്മുടെ പെരുന്നാൾ കൊണ്ടും
നമ്മുടെ കുർബാനകൾ കൊണ്ടും നമ്മുടെ ആരാധനകൾ കൊണ്ടും അർത്ഥമുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ഈ മഹത്തായ പെരുന്നാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 5 തരം ദേവാലയങ്ങൾ ഞാനും നിങ്ങളുമായി തീരണം. 1, ദ ടെമ്പിൾ ഓഫ് എ ലവിങ് ഹാർട്ട്. സ്നേഹമുള്ള ഹൃദയത്തിൻ്റെ ദേവാലയമായി തീരുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 16:14 നാം വായിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. A heart filled with love is the true temple of God. നിന്നിവായിലെ മോർ ഐസക് ഇപ്രകാരം പറയുകയാണ്, ദൈവസ്നേഹം നിറഞ്ഞ ഹൃദയമാണ് യഥാർത്ഥത്തിൽ ദേവാലയം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ സ്നേഹകർമ്മങ്ങൾ കൊണ്ട് ദൈവത്തെ കാണുവാൻ മറ്റുള്ളവർക്ക് ഇടയാകട്ടെ. 2, the temple of compassion and service. അനുകമ്പയുടെയും ശുശ്രൂഷയുടെയും ദേവാലയമായി തീരുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. പ്രിയമുള്ളവരെ, അൽത്താരകൾ പട്ടുകൊണ്ട് അലങ്കരിച്ചിട്ട് കാര്യമില്ല, നമ്മൾ പട്ടുടുത്തിട്ട് കാര്യമില്ല. വേദനിക്കുന്നവൻ്റെ വേദന കണ്ട്, കണ്ണുനീരൊഴുക്കുന്നവൻ്റെ കണ്ണുനീർ കണ്ട് അവനോടൊപ്പം അനുകമ്പയും അവനെ ശുശ്രൂഷിക്കുവാൻ നമുക്ക് സാധ്യമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദേവാലയമായി തീരുന്നത്. ദ ടെമ്പിൾ ഓഫ് എ ലവിങ് ഹാർട്ട്, ദ ടെമ്പിൾ ഓഫ് കമ്പാഷൻ ആൻഡ് സർവീസ്. 3ാമത് നമ്മളായിത്തീരേണ്ട ദേവാലയങ്ങൾ ദ ടെമ്പിൾ ഓഫ് ഫൊർഗിവ്നെസ് ആൻഡ് റെക്കൺസിലിയേഷൻ. അനുരഞ്ജനയുടെ ദേവാലയങ്ങളായി തീരുവാൻ. പകയും വിദ്വേഷവും വെച്ചിരുന്ന് നാം ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ നമ്മുടെ യാഗം പൂർത്തീകരിക്കപ്പെടുന്നില്ല, നമ്മുടെ യാഗം സ്വീകാര്യമാകുന്നില്ല. അവിടെ അനുരഞ്ജനയുടെയും പരസ്പരം ക്ഷമിക്കുന്നതിൻ്റെയും ദേവാലയങ്ങളായി തീരുമ്പോൾ മാത്രമേ നമ്മൾ മറ്റുള്ളവരിൽ ദൈവവും ദൈവത്തെ നമ്മളിൽ മറ്റുള്ളവരും ദർശിക്കുകയുള്ളൂ. 4ാമതായി ടെമ്പിൾ ഓഫ് പ്രെയർ ആൻഡ് ഇൻറ്റർസെഷൻ. പ്രാർത്ഥനയുടെയും മധ്യസ്ഥതയുടെയും ദേവാലയമായി തീരുവാൻ. നാം ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നാം മധ്യസ്ഥത അണയ്ക്കുന്നു. എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻപ് മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ സമർപ്പിപ്പാൻ നമ്മൾ അങ്ങനെയാണ് ദേവാലയങ്ങളായിത്തീരുന്നത്. ഇവിടെ ഈ ദേവാലയം ഒരിക്കൽ പോലും ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമ്മളോട് ആവശ്യപ്പെടാറില്ലല്ലോ. എന്നതുപോലെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നതിന് മുൻപ് മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്ന ദേവാലയങ്ങളായി തീരുവാൻ നമുക്ക് സാധ്യമാകണം. 5ാമതായി ദ ടെമ്പിൾ ഓഫ് ഫെയ്ത്ത്ഫുൾ വിറ്റ്നസ്. വിശ്വാസമുള്ള, മറ്റുള്ളവർക്ക് സാക്ഷ്യം വഹിക്കുന്ന ദേവാലയമായി തീരുവാൻ നമുക്ക് സാധ്യമാകണം. നമ്മളാണ് ദേവാലയത്തിൻ്റെ വെളിച്ചം. ഈ ദേവാലയത്തിൻ്റെയും ഭവനത്തിൻ്റെയും നാടിൻ്റെയും വെളിച്ചം നാം ഓരോരുത്തരുമാണ്. ഇവിടെ ഇട്ടിരിക്കുന്ന ലൈറ്റുകളല്ല ഈ ദേവാലയത്തിന് പ്രകാശം പകരുന്നത്, പിന്നെയോ നാം ഓരോരുത്തരുടെയും ജീവിതങ്ങളാണ്. പ്രിയമുള്ളവരെ, ദ ടെമ്പിൾ ഓഫ് ലവിങ് ഹാർട്ട്, സ്നേഹമുള്ള ഹൃദയത്തിൻ്റെ ആലയമായി തീരുവാൻ. ദ ടെമ്പിൾ ഓഫ് കമ്പാഷൻ ആൻഡ് സർവീസ്, അനുകമ്പയുടെയും ശുശ്രൂഷയുടെയും ദേവാലയമായി തീരുവാൻ. ദ ടെമ്പിൾ ഓഫ് ഫൊർഗിവ്നെസ് ആൻഡ് റെക്കൺസിലിയേഷൻ, അനുരഞ്ജനയുടെയും പരസ്പരം ക്ഷമിക്കുന്നതിൻ്റെയും ദേവാലയമായി തീരുവാൻ. ദ ടെമ്പിൾ ഓഫ് പ്രെയർ ആൻഡ് ഇൻറ്റർസെഷൻ, പ്രാർത്ഥനയുടെയും മധ്യസ്ഥതയുടെയും ദേവാലയമായി തീരുവാൻ. ദ ടെമ്പിൾ ഓഫ് ഫെയ്ത്ത്ഫുൾ വിറ്റ്നസ്, വിശ്വാസമുള്ള സാക്ഷ്യ ജീവിതത്തിൻ്റെ ദേവാലയങ്ങളായി തീരുവാൻ നമുക്ക് സാധ്യമാകട്ടെ. വിശ്വാസമുള്ള ജീവിതം, ആനന്ദമുള്ള ജീവിതം നയിക്കുമ്പോൾ എത്ര കാത്തിരിക്കേണ്ടി വന്നാലും ദൈവത്തെ നിരന്തരമായി സ്തുതിച്ചുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. എപ്രകാരം യെരൂശലേം ദേവാലയം ശീമോനും അന്നയ്ക്കും പ്രതീക്ഷയുടെയും കാത്തിരിപ്പിൻ്റെയും പ്രത്യാശയുടെയും അഭിലാഷത്തിൻ്റെയും അഭിമുഖരണത്തിൻ്റെയും ദേവാലയമായി തീരുന്നുവോ, ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും ക്ഷണിച്ചു വിളിക്കുകയാണ്. നാം ഓരോരുത്തരും ജീവനുള്ള ദേവാലയങ്ങൾ ആയിത്തീരണം. കാരണം ജീവനുള്ള ആലയങ്ങളായിത്തീരുമ്പോൾ നാം ദൈവത്തെ ദർശിക്കുകയും മറ്റുള്ളവർ നമ്മളിൽ ദൈവത്തെ കാണുകയും ചെയ്യും. അത് സ്നേഹത്തിലൂടെയാകട്ടെ, ശുശ്രൂഷയിലൂടെയാകട്ടെ, പരസ്പരം ക്ഷമിക്കുന്നതിലൂടെയാകട്ടെ, അനുരഞ്ജനയിലൂടെയാകട്ടെ, പ്രാർത്ഥനയിലൂടെയാകട്ടെ, സാക്ഷ്യത്തിലൂടെയാകട്ടെ. അങ്ങനെയാണ് ക്രിസ്തുവിനെ ലോകത്തിൽ നാം പ്രതിഷ്ഠിക്കുന്നത്.
ഈ മായൽത്തോ പെരുന്നാളിൽ അവസാനമായി നിങ്ങളോട് പറയുവാനുള്ളത് 2 കൊരിന്ത്യർ 6:16. യു ആർ ദ ടെമ്പിൾ ഓഫ് ദ ലിവിങ് ഗോഡ്. ജീവനുള്ള ദൈവത്തിൻ്റെ ആലയം നിങ്ങളായിരിക്കുന്നു. ഐ വിൽ ഡ്വെൽ ഇൻ ദെം ആൻഡ് വാക്ക് അമംഗ് ദെം. ഞാൻ നിങ്ങളിൽ വസിക്കും, നിങ്ങളുടെ ഇടയിൽ നടക്കും. ദൈവം നമ്മളിൽ വസിക്കുന്നതും ദൈവം നമ്മുടെ ഇടയിൽ നടക്കുന്നതും ലോകം കാണുവാൻ ഇടയാകട്ടെ. നമ്മുടെ ഹൃദയം ക്രിസ്തുവിലേക്ക് തുറക്കാം. അവൻ നമ്മളെ രൂപപ്പെടുത്തട്ടെ, രൂപാന്തരപ്പെടുത്തട്ടെ. അത് മുഖാന്തരം ലോകം ക്രിസ്തുവിനെ നമ്മളിൽ ദർശിക്കട്ടെ. അത് മുഖാന്തരം ലോകത്തിന് നമ്മളിലൂടെ രൂപാന്തരം പ്രാപിക്കട്ടെ. ആയത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. ബുഷേം ആബോ വബ്രോ വറൂഹോ ഖദീഷോ ഹാദ് അലോഹോ ഷാരീറോ ലശുബ്ഹോ അലൈൻ വറഹ്മ വഹാനുനെ ലഓലം വൽ മീൻ. ആമീൻ.